സോൾ ഫാമിലി, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു. എൻ്റെ പേര് ദിവ്യ. അപ്പോൾ ഇന്നത്തെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നിങ്ങൾ പായൽ സെലക്ഷൻ നടത്തുക. സ്ക്രീനിൽ നിങ്ങൾക്ക് ഓൾറെഡി 2 ഓപ്ഷൻസ് കാണാൻ സാധിക്കും, പായൽ 1 ആൻഡ് പായൽ 2. കുറച്ചൊരു കാം എനർജിയിലിരുന്നിട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് ഇതിൽ നിന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ലോട്ട് ഓഫ് താങ്ക്സ്. നിങ്ങൾ പായൽ സെലക്ഷൻ നടത്തുക, നമുക്ക് റീഡിംഗ് ആയിട്ട് കാണാം. താങ്ക് യു. ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നോക്കാം നിങ്ങളുടെ വെനസ്ഡേയുടെ എനർജി എന്താണെന്ന്. മാർച്ച് 12 പായൽ നമ്പർ 1 ചൂസ് ചെയ്തവരുടെ എനർജീസ് എന്താണ്? താങ്ക് യു. ഈ ഒരു 7 ഓഫ് കപ്സിൽ വന്നിട്ട് ഇന്നത്തെ ദിവസം നിങ്ങളുടെ അടുത്തോട്ട് ഒത്തിരി അവസരങ്ങൾ, ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. മുന്നോട്ടുള്ള ഗ്രോത്തിന് വേണ്ടിയിട്ട്, വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഒത്തിരി അവസരങ്ങൾ വരുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഒരു കൺഫ്യൂഷൻ ഫീൽ ചെയ്യുന്നുണ്ട്, എന്ത് ചൂസ് ചെയ്യണം, എന്തെങ്കിലും ടെൻഷൻ്റെ എനർജി ആയിരിക്കാം കുറച്ച് പേർക്ക്. കുറച്ച് പേർക്ക് ഇവിടെ സ്നേക്കിൻ്റെ എനർജിയും വരുന്നുണ്ട്. കുറച്ചൊരു സ്നീക്കി ആയിട്ടുള്ള എനർജി ആയിരിക്കാം. എന്തെങ്കിലുമൊക്കെ നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻ, എന്തെങ്കിലുമൊക്കെ ഹീലിങ്ങിൻ്റെ എനർജിയും ഇന്നത്തെ ദിവസം തരണം ചെയ്യേണ്ടി വരുന്നുണ്ടാകാം കുറച്ച് പേർക്ക് വന്നിട്ട്. കുറച്ച് പേർക്ക് നിങ്ങളുടെ ഫെയ്ത്ത്, നിങ്ങളുടെ വിശ്വാസം ടെസ്റ്റ് ചെയ്യുന്ന ഒരു ടൈം പീരീഡും ആയിരിക്കാം. എന്തെങ്കിലും ടെസ്റ്റിംഗ് ഫേസിൽ കൂടെ കടന്നു പോകുന്ന സമയവുമായിരിക്കാം. അപ്പോൾ കുറച്ചൊന്ന് ഇമോഷണലി നിങ്ങളുടെ എനർജി പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്താനായിട്ട് ഇന്നത്തെ ദിവസം പറയുന്നുണ്ട്. കുറച്ച് പേർക്ക് കൺഫ്യൂഷൻസ് വരുന്ന സമയത്ത് ലൈഫിലൊരു മുന്നോട്ട് സഞ്ചരിക്കാൻ സാധിക്കുന്നില്ല, പല ബ്ലോക്സും ഉണ്ടാകുന്നുണ്ട്. അല്ലെങ്കിൽ കുറച്ച് പേർക്ക് ഇത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലായിരിക്കാം, നിങ്ങൾ അറിയാത്ത ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിക്കുന്ന എനർജി ആയിരിക്കാം. അതുകൊണ്ടിട്ടും കുറച്ച് പേർക്ക് തൻ്റെ നേട്ടങ്ങൾ, തൻ്റെ സ്ട്രെങ്ത്ത് മനസ്സിലാകാതെ വരുന്ന ഒരു സിറ്റുവേഷൻ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെയെല്ലാം കുറച്ചൊരു ബാലൻസ്ഡ് ആയിട്ടുള്ള എനർജി, കുറച്ചും കൂടെ ആത്മധൈര്യത്തോടു കൂടി ഫെയ്ത്ത്ഫുൾ ആയിട്ടുള്ള എനർജിയിൽ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഇന്നത്തെ ദിവസം സഹായിക്കുന്നതാണ്. ഓക്കെ, 8 ഓഫ് സോഡ്സിൽ അഗെയിൻ ആ ഒരു കൺഫ്യൂഷനാണ് കാണിക്കുന്നത്. എന്ത് ചൂസ് ചെയ്യണം, അല്ലെങ്കിൽ തന്നെക്കുറിച്ചിട്ടുള്ള ആ ഒരു സെൽഫ് ഡൗട്ടാണ്, സ്വയം സംശയിക്കുന്ന ഒരു എനർജിയാണ്. അപ്പോൾ അതെല്ലാം കുറച്ചൊന്ന് കെയർഫുൾ ആകുക ഈ ഒരു സമയത്ത് വന്നിട്ട്. കുറച്ച് പേർക്ക് ഇവിടെ ടെമ്പറൻസിൽ വന്നിട്ട് എന്തെങ്കിലും ആക്ഷൻസ് എടുക്കാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി, അവിടെ എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ കൊണ്ടുവരാനായിട്ടുള്ള ഒരു അവസരം കുറച്ച് പേർക്ക് ലഭിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് കുറച്ചും കൂടെ ബോൾഡായിട്ടിരിക്കാനായിട്ട്, കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാനായിട്ടുള്ള ഒരു അവസരമായിരിക്കാം. നിങ്ങളുടെ സോളാർ പ്ലെക്സസ് ചക്ര കുറച്ചും കൂടെ ആക്റ്റീവായിട്ടിരിക്കുന്ന സമയമായിരിക്കാം. അതെല്ലാം നിങ്ങളെ ഈ ഒരു സമയത്ത് ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് എന്തെങ്കിലും ആങ്കർ ഇഷ്യൂസ്, എന്തെങ്കിലും ടെൻഷൻസ് വരുന്നുണ്ടെങ്കിലും അവിടെ കുറച്ചൊരു ടെമ്പറൻസ്, കുറച്ചൊരു ബാലൻസ് നിലനിർത്താനായിട്ട് കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം സാധിക്കുന്നുണ്ടാകാം. അതിവിടെ നിങ്ങളുടെ ബോണ്ട് സ്ട്രോങ് ആക്കാനായിട്ട്, അതുപോലെ തന്നെ ഒത്തിരി പ്രത്യാശ, ഒത്തിരി ഹോപ്പിൻ്റെ എനർജിയും ഇന്നത്തെ ദിവസം ഒരു ബ്ലെസ്സിങ് ആയിട്ട് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഫ്രണ്ട്ഷിപ്പിലായിരിക്കാം, ഗ്രൂപ്പ് ആക്ടിവിറ്റിയിലായിരിക്കാം, ഒത്തിരി സ്പിരിച്വൽ സപ്പോർട്ട്, ഒത്തിരി പ്രത്യാശയോടുകൂടി നിങ്ങൾ ഓരോ കാര്യങ്ങൾ നോക്കി കാണാനായിട്ട് ശ്രമിക്കുന്ന ഒരു ദിവസമായിട്ടും ഇന്നത്തെ ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ്, അതുപോലെ തന്നെ പേജ് ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്. കുറച്ച് പേർക്ക് മണി ഫിനാൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ബ്ലെസ്സിങ്സ് വരുന്നുണ്ടാകാം. നേട്ടങ്ങൾ നേടാനായിട്ട് കുറച്ച് പേർക്ക് സാധിക്കുന്നുണ്ടാകാം. പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിലൊരു സ്റ്റെബിലിറ്റിയാണ്, ഒരു ബാലൻസ് നിലനിർത്താനായിട്ടുള്ള ഒരു എനർജിയാണ്. എന്തെങ്കിലും ടെൻഷൻസ്, എന്തെങ്കിലും പ്രോബ്ലത്തിൽ കൂടെ പോകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹാർട്ട് ചക്ര കുറച്ചും കൂടെ ബാലൻസ് ചെയ്യാനായിട്ട് കുറച്ച് പേർക്ക് സാധിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് എന്തെങ്കിലും ഒബ്സഷൻ ഉണ്ടായിട്ടുണ്ടായിരുന്നെങ്കിൽ, അതായത് നിങ്ങൾക്ക് തരണം ചെയ്യാൻ പറ്റാത്ത രീതിയിൽ എന്തെങ്കിലും എനർജി ആയിട്ട് നിങ്ങൾ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അവിടെയും കുറച്ച് പേർക്ക് ഒരു ഹീലിംഗ് ഇന്നത്തെ ദിവസം ലഭിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓവറോൾ ഒരു സ്റ്റെബിലിറ്റി കാണുന്നുണ്ട് ഇന്നത്തെ ദിവസം. കുറച്ച് പേർക്ക് റിലേഷൻഷിപ്പിലാണ്. നൈറ്റ് ഓഫ് കപ്സിലും ഒത്തിരി സ്നേഹം, കമ്പാഷൻ്റെ എനർജിയാണ്. പാർട്ട്ണർഷിപ്പിൽ കുറച്ച് പേർക്ക് സ്റ്റെബിലിറ്റി ആയിരിക്കാം. ഓക്കെ, അപ്പോൾ ഇൻ ആൻഡ് യാങ്ങിൻ്റെ എനർജി, അല്ലെങ്കിൽ മാസ്കുലിൻ ഫെമിനിൻ
കുറച്ച് പേർക്ക് ഇത് നിങ്ങളുടെ സോൾമേറ്റ് ആയിരിക്കാം. ആ ഒരു റിലേഷൻഷിപ്പിൽ ഒത്തിരി ഹാപ്പിനെസ്, ഒത്തിരി സന്തോഷം, ഒത്തിരി പാഷനും കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതെല്ലാം നിങ്ങളെ ഈ ഒരു ദിവസം പോസിറ്റീവായിട്ട് നിർത്താനായിട്ട് സഹായിക്കുന്നതാണ്. ഒൺലി തിങ് ഇന്ന് ശ്രദ്ധിക്കേണ്ടത് കൺഫ്യൂഷൻസ് ആണ്. നിങ്ങളെ ഡൗട്ട് ചെയ്യുക, നിങ്ങളുടെ കഴിവുകൾ സംശയിക്കുക, അല്ലെങ്കിൽ പാസ്റ്റിൽ നടന്ന എന്തെങ്കിലും കാര്യങ്ങൾ, നേടാതെ പോയ എന്തെങ്കിലും കാര്യങ്ങളെ ഓർത്തിട്ടുള്ള ഒരു വിഷമമായിരിക്കാം, കൺഫ്യൂഷൻ ആയിരിക്കാം. അവിടെ കുറച്ചൊരു ബാലൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇന്നത്തെ ദിവസം നിങ്ങൾ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ സപ്പോർട്ട് സിസ്റ്റം എന്താണ്, ആരൊക്കെയാണ് നിങ്ങളെ പിന്തുണയ്ക്കുന്നത്, കൂടെ നിൽക്കുന്നത്, എന്ത് എനർജിയാണ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങളുടെ ഗ്രോത്തിന്, അവിടെയെല്ലാം കുറച്ചൊരു മൈൻഡ്ഫുള്ളായിട്ടിരിക്കാനായിട്ട്, ശ്രദ്ധയോടുകൂടി വീക്ഷിക്കാനായിട്ടും കുറച്ച് പേർക്ക് ഒരു അഡ്വൈസിൻ്റെ രൂപത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് പായൽ നമ്പർ 1 സെലക്ട് ചെയ്തവരുടെ വെനസ്ഡേയുടെ എനർജി വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നോക്കാം നിങ്ങളുടെ വെനസ്ഡേയുടെ എനർജി എന്താണെന്ന്. മാർച്ച് 12 വെനസ്ഡേയുടെ എനർജി എന്താണ് പായൽ നമ്പർ 2 സെലക്ട് ചെയ്തവർക്ക്. താങ്ക് യു. ബ്യൂട്ടിഫുൾ എനർജി. ഏസ് ഓഫ് കപ്സ്, 2 ഓഫ് കപ്സിൻ്റെ എനർജി വരുന്നുണ്ട്. അതുപോലെ തന്നെ 9 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി. കുറച്ച് പേർക്ക് ലവ് റിലേഷൻഷിപ്പായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ജഡ്ജ്മെൻറ്റ് എനർജി, എന്തെങ്കിലുമൊക്കെ വിഷമത്തിൽ കൂടെ പോകുന്നുണ്ടെങ്കിൽ അവിടെ കുറച്ച് പേർക്ക് ഒരു ഹീലിംഗ്, കുറച്ച് പേർക്ക് ഒരു യൂണിറ്റിയുടെ എനർജി, ബ്ലെസ്സിങ് ആയിട്ട് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് നിങ്ങളെ കുറേ കൂടെ സ്ട്രോങ് ആക്കി മാറ്റാനായിട്ട് ഇന്നത്തെ ദിവസം നിങ്ങളെ സഹായിക്കുന്നതാണ്. കുറച്ച് പേര് തൻ്റേതായിട്ടുള്ള ഡിസിഷൻസ് എടുക്കുന്നുണ്ടാകാം, തീരുമാനങ്ങൾ എടുക്കുന്നുണ്ടാകാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ, അല്ലെങ്കിൽ ഹാർട്ട് ചക്രയായിട്ടുള്ള റിലേറ്റ് ചെയ്തിട്ടുള്ള എനർജിയിൽ. കുറച്ച് പേരുടെ ഹാർട്ട് ചക്ര ഒത്തിരി ആക്റ്റീവായിട്ടിരിക്കുന്ന ഒരു സമയവുമായിരിക്കാം. ഓക്കെ, കാരണം നെക്സ്റ്റ് 2 ഡേയ്സിൻ്റെ ഉള്ളിൽ എക്ലിപ്സ് വരുന്നുണ്ട്, ലൂണാർ എക്ലിപ്സ് വരുന്നുണ്ട്. അപ്പോൾ കുറച്ചൊരു ഇമോഷണൽ എനർജി, അല്ലെങ്കിൽ കാര്യങ്ങൾ കുറച്ചും കൂടെ നിങ്ങൾ സെൻസിറ്റീവായിട്ട് എടുക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഇൻറ്റ്യൂഷൻ വളരെ സ്ട്രോങ് ആയിരിക്കാം, കാര്യങ്ങൾ കുറേ കൂടെ വ്യക്തമാകുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ ഹീലിംഗ് എനർജി വരുന്നുണ്ടാകാം, ഡൗൺലോഡ്സ് വരുന്നുണ്ടാകാം. അത് നിങ്ങളെ പാസ്റ്റിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഹീൽ ചെയ്യാനായിട്ട്, നിങ്ങളെ സ്ട്രോങ് ആക്കി മാറ്റാനായിട്ട് സഹായിക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ എന്തെങ്കിലും മിസ്റ്റേക്ക് ആയിരിക്കാം, എവിടെയാണ് കറക്റ്റ് ചെയ്യേണ്ടത്, എന്ത് റൂട്ടാണ് തിരഞ്ഞെടുക്കേണ്ടത്, അവിടെയെല്ലാം ഒരു ക്ലാരിറ്റി, വ്യക്തത കുറച്ച് പേരുടെ ലൈഫിലോട്ട് കടന്നു വരുന്നുണ്ടാകാം. അപ്പോൾ ഒത്തിരി സ്പിരിച്വൽ എനർജി, സ്പിരിച്വൽ ഡൗൺലോഡ്സിൻ്റെ എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഹീലിങ്ങിൻ്റെ രൂപത്തിൽ, ആൻസറിൻ്റെ രൂപത്തിൽ നിങ്ങളുടെ ഉള്ളിലോട്ട് ഒത്തിരി എനർജീസ് വരുന്നതാണ്. അപ്പോൾ കുറച്ച് പേർക്ക് അത് ഇമോഷൻസ് വഴിയായിരിക്കാം. സെൻസിറ്റീവ് ആയിട്ടുള്ള എനർജിയിലുള്ളവർക്ക് കുറച്ചും കൂടെ അത് സെൻസ് ചെയ്യാനായിട്ട്, മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ടാകാം. അല്ലെങ്കിൽ കുറച്ച് പേർക്ക് എന്തെങ്കിലും ന്യൂസ്, എന്തെങ്കിലുമൊക്കെ മെസ്സേജ് നിങ്ങളുടെ അടുത്തോട്ട് വരുന്നുണ്ടാകാം. ഓക്കെ, അപ്പോൾ കുറച്ചൊന്ന് കെയർഫുള്ളായിട്ടിരിക്കുക. നിങ്ങൾക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ, നിങ്ങളുടെ ഡൗൺലോഡ്സ് കുറച്ചൊന്ന് ശ്രദ്ധയോടുകൂടി വീക്ഷിക്കാനായിട്ട് ശ്രമിക്കുക ഇന്നത്തെ ദിവസം വന്നിട്ട്. ഓക്കെ, കുറച്ച് പേർക്ക് ഇവിടെ റൂട്ട് ചക്രയിൽ ഒരു ബാലൻസും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഒരു ഹീലിംഗ്, റിലേഷൻഷിപ്പ് ഹീലിംഗ് നിങ്ങളെ കുറച്ചും കൂടെ സേഫായിട്ട്, സെക്യൂറായിട്ട് നിർത്താനായിട്ടും നിങ്ങളെ സഹായിക്കുന്നതാണ്. എന്തെങ്കിലും പേടി, ഭയം, ഫിയർ ആ ഒരു എനർജി കൂടെ പോയിട്ടുണ്ടായിരുന്നെങ്കിൽ അവിടെ കുറച്ചും കൂടെ സ്റ്റെബിലിറ്റി, ബാലൻസ് കൊണ്ടുവരാനായിട്ട് കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം സാധിക്കുന്നുണ്ടാകാം. അപ്പോൾ ഒത്തിരി ഹീലിംഗ് എനർജി ഇന്നത്തെ ദിവസം വരുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഒരു കംഫർട്ടബിൾ അല്ലാത്തൊരു എനർജി ആയിരിക്കും. കാരണം ചില കാര്യങ്ങൾ, സത്യങ്ങൾ, അല്ലെങ്കിൽ ഹീലിംഗ് നടക്കുമ്പോൾ നമുക്ക് ഇത് ഹാൻഡിൽ ചെയ്യാനായിട്ട് ഒത്തിരി ക്ഷമ ആവശ്യമായിട്ട് വരുന്നുണ്ടാകാം. ഓക്കെ, പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ എനർജീസ് വന്നു, പാസ്റ്റിലെ കാര്യങ്ങൾ പെട്ടെന്ന് സർഫസ് ലെവലിലോട്ട് പൊങ്ങി വന്നു. അപ്പോൾ പെട്ടെന്ന് ഡിസിഷൻ എടുക്കുക, പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കുക, അതെല്ലാം കുറച്ചൊന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇന്നത്തെ ദിവസം വന്നിട്ട്. അപ്പോൾ മെയിനായിട്ട് ഇന്നർ ചൈൽഡ് ഹീലിങ്ങിൽ ഫോക്കസ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികളുടെ ലൈഫിൽ കുറച്ചും കൂടെ ഫോക്കസ് ചെയ്യാനായിട്ട്, കെയർഫുള്ളായിട്ടിരിക്കാനായിട്ട് ഇന്നത്തെ ദിവസം പറയുന്നുണ്ട്. കിങ് ഓഫ് കപ്സിലും അത് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഒത്തിരി ഇമോഷണൽ ആയിട്ടുള്ള എനർജിയാണ്. ഓക്കെ, ചിലപ്പോൾ ആ ഒരു മെച്യൂരിറ്റിയോടുകൂടി, പക്വതയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടി വരുന്നുണ്ടാകാം ഇന്നത്തെ ദിവസം വന്നിട്ട്. കുറച്ച് പേർക്ക് എന്തെങ്കിലും റിജിഡിറ്റി, എന്താ പറയുക, വിട്ടുകൊടുക്കാൻ പറ്റാത്ത എനർജി, എന്തെങ്കിലുമൊക്കെ സ്ട്രോങ് മെൻറ്റാലിറ്റിയിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ, പിടിവാശിയുടെ എനർജിയിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ അതും കുറച്ചൊന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഈ ഒരു ദിവസം പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ മൈൻഡ്ഫുള്ളായിട്ടിരിക്കേണ്ടത്
ഡിസിഷൻ മേക്കിംഗ് ആണ്. തീരുമാനങ്ങൾ എടുക്കുമ്പോൾ കുറച്ചൊന്ന് മൈൻഡ്ഫുള്ളായിട്ടിരിക്കുക. എല്ലാവരെയും ഒന്ന് കൺസിഡർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഹാപ്പി എനർജിയിൽ ഇരുന്നിട്ട് നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കാനായിട്ട് ശ്രമിക്കുക. അതായത് എന്തെങ്കിലും ടെൻഷൻ, എന്തെങ്കിലും ഫ്രസ്ട്രേഷൻ്റെ ആ ഒരു എനർജിയിൽ ഇരുന്നിട്ട് നിങ്ങൾ ഒന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കുന്നത് അവോയ്ഡ് ചെയ്യുക. നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ കുറച്ചൊരു ആ ഒരു പെയിൻ അല്ലെങ്കിൽ ആ ഒരു ഫ്രസ്ട്രേഷൻ എല്ലാം ഒന്ന് അടങ്ങിക്കഴിഞ്ഞതിന് ശേഷം മാത്രം അവിടെ നിങ്ങളൊരു ചോയ്സ് എടുക്കുക, ഒരു ഡിസിഷൻ എടുക്കുക. അത് നിങ്ങളെ ഈ ഒരു ദിവസം ഹെൽപ്പ് ചെയ്യുന്നതാണ്. കുറച്ച് പേർക്ക് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മീറ്റിംഗ്, എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളെ വെൽ പ്രസൻറ്റഡ് ആയിട്ട് കൊണ്ടുപോകാനായിട്ടും ശ്രമിക്കുക. നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് അതെല്ലാം കുറച്ചൊന്ന് മൈൻഡ്ഫുള്ളായിട്ടിരിക്കാനായിട്ടും പറയുന്നുണ്ട്. ഇവിടെ എംപ്രസിൽ വന്നിട്ട് കുറച്ച് പേർക്ക് എന്തെങ്കിലും ക്രിയേറ്റീവ് പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് പാസ്റ്റ് 9 months ആയിട്ട് നിങ്ങൾ എന്തെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ കുറച്ച് പേർക്ക് ഫെർട്ടിലിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം, ഹോർമോൺ ഇഷ്യൂസിൽ കൂടെ പോകുന്നുണ്ടെങ്കിൽ അവിടെയെല്ലാം കുറച്ച് പേർക്ക് ഒരു പോസിറ്റീവ് എനർജി വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് ഓഫ് കോഴ്സ് നമുക്ക് എംപ്രസിൽ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരു ലേഡി കാണാൻ സാധിക്കുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങളുടെ മദർഹുഡ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രഗ്നൻസി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളിൽ കുറച്ച് പേർക്ക് പോസിറ്റിവിറ്റി കടന്നു വരുന്ന ഒരു സമയമാണ്. കുറച്ച് പേർക്ക് എന്തെങ്കിലും ബാക്ക് പെയിൻ, ബോഡി പെയിൻ അങ്ങനത്തെ ഇഷ്യൂസിൽ കൂടെ പോകുന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഹീലിംഗ് ആണ്, അവിടെ ഒരു പ്രൊട്ടക്ഷൻ്റെ എനർജിയും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇവിടെ അബണ്ടൻസ് ആണ്, മണി ഫിനാൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ബ്ലെസ്സിങ് ആയിരിക്കാം കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം ലഭിക്കുന്നത്. കുറച്ച് പേര് നിങ്ങളെ ടേക്ക് കെയർ ചെയ്യാനായിട്ട്, നിങ്ങൾക്ക് കുറച്ചും കൂടെ അറ്റൻഷൻ കൊടുക്കുന്നതായിട്ട്, കുറച്ചും കൂടെ നിങ്ങളുടെ ഇമോഷണൽ എനർജി ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് കുറച്ച് പേര് ഇന്നത്തെ ദിവസം ശ്രമിക്കുന്നുണ്ടാകാം. ഇവിടെ കണ്ടോ, ഫുൾ മൂൺ വന്നിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് 3 to 5 days വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾക്ക്. അത് നന്നായിട്ട് ചാനൽ ചെയ്യാനായിട്ട് നിങ്ങൾ യൂസ് ചെയ്യുക. നിങ്ങളുടെ ഫെമിനിൻ എനർജി ബാലൻസ് ചെയ്യാനായിട്ട് ഈ ഒരു സമയം യൂസ് ചെയ്യുക. ഓക്കെ. അതുപോലെ തന്നെ ഈ ഒരു 7 of Swords കുറച്ച് പേർക്ക് എന്തെങ്കിലും അൺവാണ്ടഡ് ആയിട്ടുള്ള എനർജി, നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യുന്ന, ആങ്ഷ്യസ് ആയിട്ട് നിർത്തുന്ന എന്തെങ്കിലും കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ്ങും ഈ ഒരു ദിവസം വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഈവനിങ്, നൈറ്റ് ടൈം കുറച്ചൊരു പോസിറ്റീവായിട്ടുള്ള ടൈം പീരീഡ് ആയിരിക്കും. ആ ഒരു സമയത്ത് എന്തെങ്കിലുമൊക്കെ ലൈഫിൽ നേട്ടങ്ങൾ കൊണ്ടുവരാനായിട്ട് എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള എനർജി, കമ്മ്യൂണിക്കേഷൻ വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കുറച്ച് പേരുടെ ലൈഫിൽ വന്നിട്ട്. ഓക്കെ. അപ്പോൾ ഓവറോൾ ഒത്തിരി സ്പിരിച്വൽ ആയിട്ടുള്ള ടൈം പീരീഡ് ആണ്, ഒത്തിരി സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു എനർജിയാണ്. ഹാർട്ട് ചക്രയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള മെയിൻ എനർജിയാണ് ഈ ഒരു ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഒത്തിരി ഹീലിംഗ് സംഭവിക്കുന്നതാണ്, അല്ലെങ്കിൽ മനസ്സിന് ഇഷ്ടപ്പെട്ട ഒത്തിരി കാര്യങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങളുടെ ലൈഫിലോട്ട് അട്രാക്ട് ചെയ്ത് വരുന്നതാണ് ബ്ലെസ്സിങ്ങിൻ്റെ രൂപത്തിൽ. അതുപോലെ തന്നെ ഒത്തിരി വിസ്ഡം, ഒത്തിരി അറിവിൻ്റെ ഒരു എനർജിയും കാണുന്നുണ്ട്. അതും നിങ്ങളെ ഈ ഒരു ദിവസം ബാലൻസ് കൊണ്ടുവരാനായിട്ട്, കാര്യങ്ങളെ കുറച്ചും കൂടെ ബാലൻസ്ഡ് ആയിട്ടുള്ള രീതിയിൽ കൈകാര്യം ചെയ്യാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾ യൂസ് ചെയ്യുക. ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ കുറച്ചൊന്ന് കെയർഫുള്ളായിട്ടിരിക്കാനായിട്ട് ഈ ഒരു ദിവസം ശ്രദ്ധിക്കുക. മെഡിറ്റേറ്റ് ചെയ്യുക, സ്പിരിച്വൽ എനർജി ആയിട്ട് കണക്ട് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഹീലിംഗ് എനർജി വരുന്നുണ്ടെങ്കിൽ അതിനെ സ്വീകരിക്കാനായിട്ട് കുറച്ചും കൂടെ ഓപ്പൺ മൈൻഡഡ് ആയിട്ടിരിക്കുക. അതെല്ലാം നിങ്ങളെ ഈ ഒരു ദിവസം സഹായിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ബ്രീത്തിങ് ആയിട്ട് കണക്ട് ചെയ്തിട്ട്, ഇപ്പോൾ ശ്വാസം മുട്ട് അതുപോലത്തെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, പുറത്തൊക്കെ പോകുന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് കെയർഫുള്ളായിട്ടിരിക്കാനായിട്ട് ഈ ഒരു ദിവസം പറയുന്നുണ്ട്. ഓക്കെ. അപ്പോൾ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അവിടെ കുറച്ചൊരു അറ്റൻഷൻ കുറച്ച് പേർക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ടാകാം. അപ്പോൾ ഇത്രയാണ് പായൽ നമ്പർ 2 സെലക്ട് ചെയ്തവരുടെ വെനസ്ഡേയുടെ എനർജി വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.